ഹായ് ഓൾ വെൽക്കം ടു ടെക്നിക്കൽ എജ്യൂസോൺ. അപ്പോൾ ലക്ഷ്മൺ പോളിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതേപോലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ട് പോകുന്നത് കുറെ പേര് ചോദിച്ച കാര്യമാണ്. അതായത് ലക്ഷ്മൺ പോളിടെക്നിക്കില് കഴിഞ്ഞ പ്രാവശ്യം എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്, അതേപോലെ എക്സാം എപ്പോഴായിരുന്നു, നോട്ടിഫിക്കേഷൻ വന്നിട്ട് എപ്പോഴായിരുന്നു എക്സാം കണ്ടക്ട് ചെയ്തേക്കുന്നത്, അതേപോലെ എക്സാം കഴിഞ്ഞിട്ട് എത്ര പേരെ ഷോർട്ട് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു, അപ്പോൾ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്, അതേപോലെ ഇന്റർവ്യൂവിനൊക്കെ ഓരോരുത്തർക്ക് എത്ര മാർക്കാണ് കിട്ടിയേക്കുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇന്റർവ്യൂ ഉണ്ടോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. അത് കൂടാണ്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ AC.gr എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഓക്കെ, അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്. ഇത് 2019 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം 12 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്നില്ല നിങ്ങൾക്ക് അറിയോ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ 20 തൊട്ട് 39 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ക്വാളിഫിക്കേഷൻ വെച്ചാൽ ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, അതായത് ഇലക്ട്രോണിക്സ് ആയിരിക്കണം, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം, ബിടെക് ആയിരിക്കണം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതായിരുന്നു എന്ത് നോട്ടിഫിക്കേഷൻ. അപ്പോ 2019 എന്ത് ചെയ്തേക്കുന്നത്, നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് മെയ് മാസം. അത് കഴിഞ്ഞിട്ട് 2021 ജനുവരി എന്ത് ചെയ്യാം, അതിന്റെ എക്സാം കണ്ടക്ട് ചെയ്തു. അത് കഴിഞ്ഞ് 2021 സെപ്റ്റംബറിൽ എന്ത് ചെയ്യാം, അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. ഷോർട്ട് ലിസ്റ്റ് വന്നിട്ട് എത്ര പേര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നും അതേപോലെ എത്രയായിരുന്നു കട്ട് ഓഫ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇതിലിപ്പോ കട്ട് ഓഫ് വന്നേക്കുന്നത് 46.67 മാർക്കാണ് ഇതില് കട്ട് ഓഫ് ആയിട്ട് വന്നുള്ളത്. ഏകദേശം 150ഓളം ആൾക്കാരാണ് മെയിൻ ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, കട്ട് ഓഫ് പറഞ്ഞു എത്രയായിരുന്നു, 46.67 മാർക്കാണ് കട്ട് ഓഫ് വന്നത്. ഇനിയിപ്പോ എന്താ, ഷോർട്ട് ലിസ്റ്റ് വന്നു. സ്വാഭാവികമായിട്ട് അതിന്റെ ഇന്റർവ്യൂ ഉള്ളതുകൊണ്ട് എന്താ, ഇന്റർവ്യൂവിന്റെ മാർക്കും പിന്നെ എന്താ നിങ്ങളെ ബിടെക്കിലെ മാർക്കും കൂടിയാണ് ഈ AC.gr എന്ന് പറഞ്ഞാൽ ബിടെക്കിന്റെ മാർക്കാണ്. എത്രയിലേക്ക്, പെർസെന്റേജിലേക്ക് 30ലേക്ക് കൺവേർട്ട് ചെയ്ത്, നിങ്ങൾ ടോട്ടൽ മാർക്കിന് 30ലേക്ക് എന്താ കൺവേർട്ട് ചെയ്ത് ഇതാണ് AC.gr. ഇതിന്റെ കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്താ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം എന്താണ് AC.gr എന്നുള്ളത്. ഓക്കെ, അപ്പോ ഷോർട്ട് ലിസ്റ്റ് വന്നേക്കുന്നത് എത്ര, 11/10/2022 ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, 11/10/2022. സോറി, റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് 11/10/2022 അപ്പൊ അതിൽ നിങ്ങൾക്ക് നോക്കിക്കാറുണ്ടോ, 129 ആൾക്കാരുടെ മെയിൻ ലിസ്റ്റ് ഉണ്ട്, ബാക്കിയുള്ളവരുടെ സപ്ലിമെന്ററി ലിസ്റ്റും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങളൊരു കാര്യം, എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്ന്, 94 അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട്. 2023 ഡിസംബർ വരെ 94 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കാറ്റഗറി വൈസ് ഉള്ള റാങ്ക് പോയേക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ 70 റാങ്ക് വരെയാണ് പോയേക്കുന്നത്. അപ്പൊ ഇതിലിപ്പം 94 വേക്കൻസി, നമ്മൾ പറഞ്ഞ 17 വേക്കൻസി ആയിരുന്നു അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്താ, 94 അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട്. 20,539 പേര് എന്താ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 20,539 പേര്. കണ്ടില്ലേ, ലാസ്റ്റ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ട് 2023 ഡിസംബറിലാണ്. അതെന്താ, ഒരു NJD ആയിരുന്നു അല്ലെ. ഓക്കെ, NJD ആയിരുന്നു റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. കണ്ടില്ല, എല്ലാം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി, ആന്റിസിപ്പേറ്റഡ് ഫ്രഷ്. അല്ല, ഇതിൽ NJD പൊതുവെ കുറവാണ്. കണ്ടില്ല, 2 മിനിറ്റ് 4 5 NJDs മാത്രമേ വന്നിട്ടുള്ളൂ. ഈ 93 ആകെ എത്ര 5 NJD മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്താ ഫില്ലായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇനി എന്താ, നമ്മൾ പറഞ്ഞു 2022 റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് അല്ലെ, 2022 ഒക്ടോബറിലല്ലേ, 2025 ഒക്ടോബറിലാണല്ലേ ഇതിന്റെ റാങ്ക്സിന്റെ വാലിഡിറ്റി കഴിയുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പൊ PSC അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ വേണമെങ്കിൽ എന്താ, 2025 സ്റ്റാർട്ടിങ് തന്നെ വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇറക്കാം. എന്താണെന്ന് വെച്ചാൽ 2026 ആ പുതിയ റാങ്ക് ലിസ്റ്റ് വരുത്താൻ വേണ്ടിട്ട് ഇപ്പൊ PSC സ്വയം എല്ലാം ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഈയോടൊക്കെ കേസ് നിങ്ങൾ കണ്ടതല്ലേ. അപ്പോ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ നമുക്കവിടെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് അതിന്റെ ഓക്കെ, താങ്ക് യു.